ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളത്തെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പ്രമോ വിശേഷം കേട്ടാലോ? നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാനായിട്ട് നോക്കണം കേട്ടോ. ലൈക്കിനൊപ്പം നമ്മുടെ ചാനലൊന്ന് ഹൈപ്പും കൂടെ ചെയ്യുക, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ കൂടുതൽ അപ്പായി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഹൈപ്പും മറക്കരുത് കേട്ടോ. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് നമ്മുടെ പ്രൊമോസൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെച്ചോളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മളിടുന്ന സീരിയലിൻ്റെ പ്രൊമോസ് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ കൈകളിലെത്തും. അപ്പം നാളെ നമ്മുടെ ബാലചന്ദ്രൻ നമ്മുടെ കൈതയ്ക്കൽ മാളിക വീട്ടിലോട്ട് പോയിക്കുകയാണ് അല്ലേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനു കണ്ടു. മനു സംസാരിച്ച് ബാലചന്ദ്രനെ അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോൾ നമ്മുടെ കമല ഉണ്ടായിരുന്നു. അപ്പോൾ ശിവശങ്കരൻ എവിടെയെന്നും ചോദിച്ചു, രാജീവ് എവിടെയെന്ന് ചോദിച്ചാണ് നമ്മുടെ ബാലചന്ദ്രൻ വന്നത്. കേസും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ശിവശങ്കരൻ ഷേവ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയം ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരട്ടെ മനു എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ നമ്മുടെ വൈജയുടെ അമ്മയെ കാണാൻ വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ റൂമിലോട്ട് കയറി. അപ്പോൾ മുത്തശ്ശി എന്തോ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പം ബാലചന്ദ്രനെ കണ്ടപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് ഞെട്ടി. കാര്യം ബാലചന്ദ്രനെ അതിന് ശേഷം കാണുന്നത് പിന്നീട് ഇപ്പോഴാണ്. അപ്പോൾ ബാലചന്ദ്രൻ എല്ലാം ഒരു ആക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സുഖം തന്നെയല്ലേ ഇവിടെ വന്നിട്ട്, മോള് കൊണ്ടുവന്ന് ആക്കിയിട്ട് പോയതാണല്ലോ അമ്മേ, നീ എന്താണ് ബാല കളിയാക്കി കൊണ്ട് ചോദിക്കുന്ന പോലെയൊക്കെ. അതല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മോള് അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ചൊരാളാണല്ലോ മോള്. നീ എന്നെ വേദനിപ്പിക്കാനായിട്ടാണോ ബാല നീ ഇങ്ങ് വന്ന് എന്നെ ഇതൊക്കെ പറയുന്നത്? നീ പറഞ്ഞോളൂ, നിനക്ക് മടുക്കുന്നവരെ നീ പറഞ്ഞോളൂ എന്നൊക്കെ സൗദാമിനി മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, വേദന നിങ്ങൾക്ക് മാത്രം എനിക്ക് മാത്രം പോരല്ലോ, കുറച്ചൊക്കെ വേദന നിങ്ങളും അനുഭവിക്കണം. 10-22 വർഷം മുന്നേ സ്നേഹിച്ച പെണ്ണിനെ സ്വന്തമാക്കി എന്നൊരു അഹങ്കാരത്തോടെ ജീവിച്ചവനാണ്. പക്ഷെ ആ 22 വർഷവും താൻ കബളിപ്പിക്കപ്പെടുകയാണു എന്നുള്ളത് താൻ അറിഞ്ഞില്ലായിരുന്നു. അത് അറിയാണ്ട് കബളിക്കപ്പെട്ട് ജീവിക്കുകയായിരുന്നു. സ്വന്തം മകൾ ചെയ്ത തെറ്റ് മറച്ച് വെച്ചുകൊണ്ട് അന്യൊരു പാവപ്പെട്ടവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരു കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങൾ നിന്നില്ലേ എന്നൊക്കെ ചോദിച്ച് സൗദാമിനി അമ്മ ഒരുപാട് ഇങ്ങനെ ഹരാസ് ചെയ്യും പോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാല, ഏതൊരാൾക്കും ഒരു തെറ്റ് പറ്റില്ലേ? അവളുടെ ആ ഒരു പ്രായത്തിൽ അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, നിനക്കൊന്ന് ക്ഷമിച്ചുകൂടെ എന്നൊക്കെ നമ്മുടെ സൗദാമിനി അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞ്, തെറ്റോ? എന്നെക്കാളും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവളാണ്. ആവശ്യത്തിന് അഹങ്കാരവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നവൾക്ക് ചെറിയൊരു തെറ്റാണോ പറ്റിപ്പോയത്? അത് എന്നോട് നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ. വിവാഹത്തിന് മുന്നോ അല്ലെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ സമയത്താണെങ്കിലും 22 വർഷം നിങ്ങളുടെയൊക്കെ മുന്നിൽ വെറും വിഡ്ഢിയായിട്ട് അഭിനയിക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് അറിയണം. ഇതൊന്നും അല്ല, അറിഞ്ഞോ? ചെറുമക്കൾ 2 പേര് ജയിലിലാണ്, ഒരു മോൻ്റെയും ഒരു മോളുടെയും. ഇതൊക്കെ കാരണക്കാരി നിങ്ങളുടെ മോൾ ഒരൊറ്റ ഒരുത്തിയാണ്. മക്കളെ വളർത്തേണ്ട രീതിയിൽ അവൾ വളർത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ കുറേ കുറ്റവും കുറവും ഒക്കെ നമ്മുടെ വൈജയന്തിയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? പറഞ്ഞിട്ടും വലിയ വിശേഷമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ മകളെ ഇങ്ങനെ ഒരു രീതിയിൽ കല്യാണം കഴിപ്പിച്ച് ചെയ്ത തെറ്റ് നീ മനസ്സിലാക്കി ഇനിയെങ്കിലും നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്ന് പറഞ്ഞ് അയക്കേണ്ട അമ്മ മകളെ എന്ത് പറഞ്ഞിട്ടാണ് അയച്ചത്? അഹങ്കാരത്തിൻ്റെ കൈയും കാലും വെച്ചൊരു മകള്, അവൾ കാരണം കുടുംബം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനും കുറേയൊക്കെ പറയുന്നുണ്ട്. സൗദാമിനി അമ്മ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ അർഹയാണ് എന്നുള്ള രീതിയിൽ പാവം എല്ലാം കേട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ കുറേ കുത്തുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് സൗദാമിനി അമ്മയുടെ അടുത്ത്, മകൾ ചെയ്ത തെറ്റിനെ കുറിച്ചും. പിന്നെ മകൾ അഹങ്കാരത്തിൻ്റെ അങ്ങേ മുടിയിൽ കയറി നിന്നു. ഇപ്പം കണ്ടില്ലേ വീണ് കിടക്കുന്നത് എവിടെയാണ്? ആശുപത്രി കിടക്കണില്ലേ? പോയി കാണാൻ പറ്റിയില്ലായിരിക്കും, ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രി പോകാൻ പറ്റി കാണില്ലായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സൗദാമിനി അമ്മയെ ഒരുപാട് ഇങ്ങനെ ഒരു വിഷമിപ്പിക്കണ രീതിയിൽ, അത് മനഃപൂർവ്വം
ബാലചന്ദ്രൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലെങ്കിലും ഒരുപാട് സഹിച്ച മനുഷ്യനല്ലേ, കുറച്ചൊക്കെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? അത് അയാളും ഒരു മനുഷ്യനാണല്ലോ അല്ലേ. അപ്പം ഇതേ സമയം നമ്മുടെ ശിവശങ്കരനൊക്കെ വന്ന് അങ്ങനെ ബാലചന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവശങ്കരന് നമ്മുടെ കമലയൊക്കെ കമല പതുക്കെ ബാലേന്ദ്രൻ്റെ അടുത്ത് നൈസായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ബാലേന്ദ്രനൊന്നും തോന്നരുത്, എന്നോട് ദേഷ്യപ്പെടണ്ട. ഇപ്പോൾ അലീന 2 പ്രാവശ്യമായിട്ട് ശരണ്യയുടെ വീട്ടിൽ പോയില്ലേ, ഞാൻ പറയുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സ്വാധീനം വെച്ചിട്ട് അലീനയെ നിർത്തിക്കൊണ്ട് ആ കുട്ടിയെ കൊണ്ട് നമുക്ക് മൊഴി ഒന്ന് മാറ്റിയൊക്കെ പറയിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു ഹരിക്കും രോഹിത്തിനും രക്ഷപ്പെടാൻ സാധിച്ചാലോ. അപ്പോൾ എല്ലാവർക്കും ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. കാര്യം അലീന ആദ്യ പ്രാവശ്യം പോയപ്പോഴാണ് അലീനയുടെ ജീവൻ പണയം വെച്ച രീതിയിൽ പോയത്. പക്ഷേ രണ്ടാമത് അലീനയ്ക്ക് യാതൊരു ഇതുമില്ല. അലീന ആ വീട്ടിലൊരു അംഗത്തെ പോലെ ആവുകയും ചെയ്തു. ആ കുട്ടി നമ്മുടെ ശരണ്യ ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ അലീനയെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങളെല്ലാവരും അങ്ങനെ പറയുന്നത്. അവൾ വളർന്ന രീതിയും സാഹചര്യങ്ങളും കൊണ്ട് അവൾക്ക് ഈ ഒരു അവസ്ഥ, തൻ്റെ സഹോദരൻ കാരണം ഈ ഒരു അവസ്ഥ വന്നു. ആ പെൺകുട്ടിയെ മരണത്തിലോട്ട് തള്ളിവിടരുത്, അതിന് ഒരു അതിൻ്റെ ജീവിതത്തിനൊരു ധൈര്യം കൊടുത്ത് അതിനെ തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം എന്നൊരു ചിന്താഗതിയാണ്. ഈ ഒരു വാക്കുമായിട്ട് നിങ്ങൾ അലീനയുടെ അടുത്ത് ചെന്നാൽ അവൾ ആട്ടിപ്പായിക്കുമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. മനുവും ഈ ഒരു സജഷൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് മനുവായിട്ട് പിന്നെ ബാലചന്ദ്രൻ ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, നിൻ്റെ അച്ഛനൊന്നും ഒട്ടും തന്നെ ഒരു മനസാക്ഷി പോലും ഇല്ല എന്ന് വെച്ചാൽ അതിനുള്ള ഒരു വെളിവും ഒരു ഇതും ഇല്ലാത്ത രീതിയിലാണല്ലോ നിൻ്റെ അച്ഛനൊക്കെ സംസാരിക്കുന്നത്. സ്വന്തം മകൻ ചെയ്ത തെറ്റ് മറച്ചു പിടിച്ചിട്ടാണെങ്കിലും പെൺകുട്ടിയെ വെച്ച് മകനെ രക്ഷിക്കണം എന്നുള്ളത് ഒരു അനുകമ്പ പോലും ആ പീഡനത്തിൻ്റെ പെൺകുട്ടിയോടൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ സാധിക്കുന്നു മനു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞു, നമ്മൾ എത്രയായാലും അങ്കിളെ നമ്മുടെ കുടുംബമല്ലേ നമ്മൾ ആദ്യം പ്രിഫറൻസ് കൊടുക്കുകയുള്ളൂ. അപ്പം ജയിലിൽ കിടക്കുന്ന നമ്മുടെ ഹരിയും രോഹിത്തിനെയും കൊണ്ടുവരാൻ വേണ്ടി അച്ഛനും അങ്കിളും ഒക്കെ ഒരുപാട് കിടന്ന് ഓടുന്നുണ്ട്, അങ്കിളും ഓടുന്നുണ്ട്. അപ്പം ഏത് വഴിക്കാണ് നമുക്ക് ചെന്ന് ഒന്ന് മുട്ടിയാൽ നമുക്കൊരു സ്വാധീനം കിട്ടുക എന്നുള്ളത് അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് അങ്കിളെ എന്നൊക്കെ നമ്മുടെ മനുശങ്കർ ബാലചന്ദ്രനോട് പറഞ്ഞു. പക്ഷേ ബാലചന്ദ്രൻ തീർത്തു പറഞ്ഞു, ഒരിക്കലും ഞാൻ അലീനയോട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അലീനയുടെ അടുത്ത് പോകത്തേ ഇല്ലെന്ന്. കാരണം അങ്ങനെ ഒരു ക്യാരക്ടറല്ല അലീന. അപ്പോൾ നമ്മുടെ കമല പറഞ്ഞു, അവൾ ഒന്നുമില്ലെങ്കിലും ഈ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമല്ലേ, അപ്പോൾ അവൾക്ക് അവളുടെ ചോരയെ രക്ഷിക്കാനുള്ള അധികാരവും അല്ലെങ്കിൽ അവകാശവും ആ ഒരു ഇതും അവൾക്കുള്ളതല്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കും, ഏത് കുടുംബത്തിൻ്റെയാണ്? കൈതക്കൽ മാളിക വീട്ടിലെയാണോ അതോ നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ്റെ വീട്ടിലെ അംഗമാണോ? അപ്പോൾ കമലയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ വൈജയുടെ മകളാണ് ഇതെന്നുള്ളത്, അലീന എന്നുള്ളത് അറിയില്ല കേട്ടോ. കമലയുടെ അടുത്ത് ഇത് ഒരു കാരണവശാലും അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കമല അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിച്ചത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ബാലചന്ദ്രനും ശിവശങ്കരനും അതുപോലെ നമ്മുടെ രാജീവും ഒക്കെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് അങ്ങനത്തെ ഒരു കേസാണ്, ജാമ്യം കിട്ടാൻ പോലും പറ്റില്ല. എന്നിട്ട് പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ നേരെ നമ്മുടെ വൈജയന്തിയെ കാണാൻ വേണ്ടി പോവാണ്. വൈജയന്തിയെ പിന്നെ ഹോസ്പിറ്റലിലായത് പിന്നെ ബാലചന്ദ്രൻ കാണാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വൈജയന്തി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. താൻ ഇപ്പം വന്നല്ലോ, താൻ എന്തിനും ആരെ കാണാനാണ് വന്ന എന്നുള്ളൊക്കെ ഒരു ഭാവത്തിൽ നോക്കുകയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറഞ്ഞു, എന്തായി ഹോസ്പിറ്റലൊക്കെ വിടാറായോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു വന്നപ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ? നിങ്ങൾക്ക് നെഞ്ചുവേദനയെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കയറി കിടന്നാൽ മതിയല്ലോ, എനിക്ക് 2 കാലൊടിഞ്ഞ് ഞാൻ കിടക്കണം, എൻ്റെ മകനെ പുറത്തിറക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വൈജ കുറേ കേസ് കെട്ടുകളൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രനും തിരിച്ചതിന് മറുപടി പറയുന്നുണ്ട്. എൻ്റെ അലീന നമ്മുടെ വൈജയന്തിയുടെ ഇത് എന്നാണോ ആ അലീന എന്ന് പറയുന്നവൾ ഈ നമ്മുടെ വീട്ടിൽ കാല് കുത്തി അന്ന് തുടങ്ങിയതാണ് ഈ ഒരു ഓട്ടവും ബഹളവും മനുഷ്യൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞത് അലീന കാല് വെച്ചതുകൊണ്ടാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ അലീന വന്നത് പിന്നെയാണ്. അലീന പറഞ്ഞുവല്ലോ പോയി ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ രോഹിത്തിൻ്റെ അടുത്തും അതുപോലെ ഹരിശങ്കറിൻ്റെ അടുത്തും. അലീന പറഞ്ഞിട്ടാണല്ലോ അവർ 4 പേരും കൂടെ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത്
ചെയ്ത് പീഡിപ്പിച്ച് ആശുപത്രിയിലാക്കിയത്. നിനക്ക് നന്നായിക്കൂടെ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജാത്തിയാലുള്ളത് തൂത്താ പോവില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മുടെ വൈജയന്തിയുടേത്. പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. 12 പട്ടിയുടെ പാല് ഇതിലിട്ട് ഇതാക്കി കുഴലിട്ട് വെച്ചിരുന്നാലും ആ കുഴൽ നിവരാൻ പോണില്ല അല്ലേ. അതാണ് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു പൊരുൾ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ബാലചന്ദ്രനും വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെറിയ ഒരു വാക്ക് തർക്കം പോരാണ്. അവരെപ്പോഴും സംസാരിച്ചാലും ഒരാളെ ഇൻസൾട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പോൾ വൈജയന്തിക്ക് ഒരു മാറ്റമില്ല. എപ്പോഴും അന്നും ഇന്നും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താനും അലീനെ കുറ്റപ്പെടുത്താനും, അല്ലെങ്കിൽ നിങ്ങൾ അവളെയും കൊണ്ട് നടക്കുകയാണല്ലോ, നിങ്ങൾക്ക് മകൻ്റെ കാര്യമൊന്നും നോക്കാൻ പോലും നിങ്ങൾക്ക് സമയമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, അതായത് അലീനെ കൊണ്ട് നടക്കുകയാണല്ലോ, അവളാണല്ലോ നിങ്ങൾക്ക് എല്ലാത്തിനും വലുത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. ബാലചന്ദ്രനെ ദേഷ്യം വന്ന് നന്നായിട്ട് പറഞ്ഞിട്ട് പിന്നെയും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ കാണാനായിട്ട് ജയിലിൽ പോവാണ് കേട്ടോ. അപ്പോൾ വിസിറ്റേഴ്സിൻ്റെ റൂമിൽ ബാലചന്ദ്രൻ വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ രോഹിത്ത് വരണം. ഇതുവരെ ഹരിയെ കാണാൻ ആരെങ്കിലുമൊക്കെ വന്നെങ്കിലും രോഹിത്തിനെ കാണാനായിട്ട് ആരും വന്നില്ലായിരുന്നു. അങ്ങനെ രോഹിത്ത് വന്ന് ആ ഗ്രില്ല് പോലെയുള്ള ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ സ്വന്തം അച്ഛൻ, ഒരു മകനെ കാണാൻ പറ്റിയ നല്ലൊരു പ്ലേസ് അല്ലേ. ആ മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. രോഹിത്തിനെ കണ്ട പാടെ ബാലചന്ദ്രൻ അങ്ങ് വല്ലാത്ത വിഷമമായി. കാര്യം വല്ലാത്തൊരു രൂപം, ക്ഷീണിച്ച് അസ്ഥി പോലെ, മുഖമൊക്കെ കരിവാളിച്ച് എന്തോ പോലെ തൻ്റെ മകൻ്റെ ഒരു അവസ്ഥ കണ്ട് ബാലചന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ചോദിച്ചു, സുഖം ആണോ എന്ന് ഇവിടെ ചോദിക്കുന്നില്ല. ജയിലിൽ കിടക്കുമ്പോൾ സുഖമാണോ എന്ന് ചോദിക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് ബാലചന്ദ്രനെ ഇങ്ങനെ കുറേ ഹരിയുടെ അടുത്ത് രോഹിത്തിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. രോഹിത്ത് തല കുനിച്ച് അച്ഛൻ്റെ മുന്നിൽ നിൽക്കുന്നതല്ലാണ്ട് മൂളലും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. അതെ എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് രോഹിത്ത് ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ്. വേറൊന്നുമല്ല, താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛ എന്നുള്ളത്. ബാലചന്ദ്രൻ പറഞ്ഞു, തെറ്റ് ചെയ്യാത്തവനാണോ ഈ ജയിലിൽ വന്ന് നിൽക്കുന്നത്? നിനക്കറിയാവോ, നിൻ്റെ കൂടെ അന്നും കൂടെ അലീനയും ഞാനും പറഞ്ഞു, നീ ഒരു പട്ടിയുടെ വില പോലും ഞങ്ങൾക്ക് തന്നില്ല. ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത് നീ മനസ്സിലാക്കിയോ? നിനക്ക് മനസ്സിലായോ? രോഹിത്തെ നീ ഹരിയുടെ കൂടെ കൂടരുത്. അവൻ നിന്നെ ജയിലിലാക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളെ അവൻ ചെയ്യത്തുള്ളൂ മോനെ എന്ന് ഞാൻ ആവുന്നത്ര അപേക്ഷിച്ച് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അലീന പറയുമ്പോൾ നിനക്ക് പുല്ലു വിലയായിരുന്നു. ഇപ്പോൾ നീ കണ്ടോ, നിൻ്റെ അവസ്ഥ കണ്ടോ? ഇത് കേട്ടപ്പോൾ രോഹിത്ത് കണ്ണുകളോട് ബാലചന്ദ്രനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ. ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യം. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ബാലചന്ദ്രൻ ഞെട്ടാണ്. എന്താ നീ ഈ പറയണത്? അപ്പോൾ പറഞ്ഞു, അതെ അച്ഛാ, ഞാൻ അന്ന് അവിടെ പോയി എന്നുള്ളത് സത്യമാണ്. ഞാൻ അവിടെ പോയി ബിയർ കഴിച്ചു. പക്ഷേ എനിക്ക് ആ കാഴ്ചകളും ഇവർ ചെയ്യുന്ന ഇതൊന്നും കണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പോലും സാധിച്ചില്ല അച്ഛാ. ഞാൻ ആ നിമിഷം തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു അച്ഛാ എന്ന് രോഹിത്ത് കരയുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മുടെ ബാലചന്ദ്രന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്താ ഈ പറയണേ? നീ തെറ്റ് ചെയ്യാണ്ടാണോ നീ ഇത് അനുഭവിക്കണേ? അതേ അച്ഛാ, ഞാൻ പോയി, നിങ്ങളുടെ ഒന്നും വാക്കുകൾ കേൾക്കാണ്ട് ഞാൻ അവിടെ പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ആ പെൺകുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ എന്ന് കരഞ്ഞുകൊണ്ട് നമ്മുടെ രോഹിത്ത് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ ആകെ ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രംഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഹൈപ്പും തരിക. പുതുതായിട്ട് വരുന്ന മുത്തുമണീസൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അലീനയുടെയും മനുശങ്കറിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഹരി, രോഹിത്ത് എല്ലാവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അതുപോലെ നമ്മുടെ സുമി മുഫാസ് മനസ്സിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയൽ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഒരു ഉച്ച കഴിയുമ്പോൾ വൈകിട്ടിനകത്ത് ഇടുന്നതാണ്. പക്ഷേ ഇന്ന് ഞാനിപ്പോൾ ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കേട്ട് നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.